നമസ്കാരം. ഗ്രാമ്യ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. പെരിങ്ങോട്ടുകര അവണങ്ങാട്ടിൽ കളരി വിഷ്ണുമായ ക്ഷേത്രത്തിലെ വെള്ളാട്ടുത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിൻ്റെ ഒന്നാം ദിവസമായ വെള്ളിയാഴ്ച തായമ്പക പഞ്ചരത്ന കീർത്തനാലാപനം, സന്ധ്യയ്ക്ക് ദീപാരാധന, തുടർന്ന് എഴുന്നള്ളിപ്പ്, വിഷ്ണുമായ ചരിത്രം, ചാക്യാർകൂത്ത് എന്നിവ നടന്നു. ശനിയാഴ്ച എഴുന്നള്ളിപ്പിന് ശേഷം കോഴിക്കോട് മയൂര അക്കാദമിയുടെ നാട്യമയാർപ്പണം അരങ്ങേറി. ഞായറാഴ്ച എഴുന്നള്ളിപ്പിന് ശേഷം സർവതോഭദ്രം കലാകേന്ദ്രം അവതരിപ്പിക്കുന്ന വിഷ്ണുമായ പുരാണം, കഥകളി, ദീപാരാധനയ്ക്ക് കേളി, കൊമ്പ്, നാദസ്വരം, തായമ്പക, മദ്ദളകേളി, അഷ്ടപതി എന്നിവയാണ് ചടങ്ങുകൾ. എഴുന്നള്ളിപ്പിന് കുറത്തിയാട്ടം, കാവടിയാട്ടം, മയൂര നൃത്തം, പഞ്ചവാദ്യം, പഞ്ചാരിമേളം എന്നിവയാണ് അകമ്പടിയാകുന്നത്. ഉത്സവ ദിവസങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടുവരുന്നത്. ശ്രീനാരായണപുരം അഞ്ചങ്ങാടിയിൽ മദ്യപിക്കുന്നത് ചോദ്യം ചെയ്ത യുവാവിനെ മർദ്ദിച്ച് അവശനാക്കിയ കേസിൽ 3 പേരെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. പടിഞ്ഞാറ് വെമ്പല്ലൂർ സ്വദേശി പനങ്ങാട്ട് വീട്ടിൽ ഗോകുൽ, മുള്ളൻ ബസാർ സ്വദേശി പടിയത്ത് വീട്ടിൽ ശ്രീശാന്ത്, എടവിലങ്ങ് സ്വദേശി കാരഞ്ചേരി സ്വദേശി ബാലു എന്നിവരെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച അഞ്ചങ്ങാടി ജംഗ്ഷന് സമീപം ഒഴിഞ്ഞ പറമ്പിൽ ഇരുന്ന് മദ്യപിക്കുന്നത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് കതിയാളത്ത് വാടകയ്ക്ക് താമസിക്കുന്ന പുതുകുളത്ത് വീട്ടിൽ നൗഫലിനെയാണ് ഇവർ മർദ്ദിച്ചത്. ഇതിൽ ഗോകുൽ കൊടുങ്ങല്ലൂർ മതിലകം പോലീസ് സ്റ്റേഷനുകളായി 4 കേസുകളിലും ബാലു കൊടുങ്ങല്ലൂർ മതിലകം പോലീസ് സ്റ്റേഷനുകളിലായി 3 കേസുകളിലും പ്രതിയാണ്. മതിലകം ഇൻസ്പെക്ടർ MK ഷാജിയുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ രമ്യ കാർത്തികേയൻ, ഫ്രാൻസിസ്, റിജി, സിവിൽ പോലീസ് ഓഫീസർ ഷിഹാബ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കയ്പമംഗലം കുരിക്കുഴി കമ്പനിക്കടവിൽ മത്സ്യത്തൊഴിലാളികളുടെ ചിരകാല അഭിലാഷമായ മിനി ഹാർബറിന് ചിറകുമുളയ്ക്കുന്നു. ഇക്കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ ഇടം നേടിയതോടെ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ. കയ്പമംഗലം ഫിഷ് ലാൻഡിംഗ് സെൻറ്റർ മിനി ഫിഷിംഗ് ഹാർബറായി ഉയർത്തുന്നതിനുള്ള അന്വേഷണ പ്രവൃത്തികൾക്ക് വേണ്ടി 2013 62 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചതനുസരിച്ച് പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു വരുന്നതാണ്. ഹാർബറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നതിനും മോഡൽ സ്റ്റഡി നടത്തുന്നതിനും പൂനെ CWPRSന് ചുമതലപ്പെടുത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ മുനമ്പം ഫിഷിംഗ് ഹാർബറിനും തൃശൂർ ജില്ലയിലെ ഹാർബറായ അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെൻറ്ററിനും ചേറ്റുവ ഹാർബറിനുമിടയിൽ വരുന്ന പ്രധാന മത്സ്യബന്ധന കേന്ദ്രമാണ് കൂരിക്കുഴി കമ്പനിക്കടവ്. വലപ്പാട് മുതൽ പടിഞ്ഞാറ് വെമ്പല്ലൂർ വരെയുള്ള 100 കണക്കിന് മത്സ്യത്തൊഴിലാളികൾ ആശ്രയിക്കുന്ന കടപ്പുറം കൂടിയാണ് ഇത്. കമ്പനിക്കടവിൽ മിനി ഹാർബർ എന്നത് മത്സ്യത്തൊഴിലാളികളുടെ ചിരകാല അഭിലാഷമാണ്. പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിൽ സാധ്യതയേറും. അതുവഴി പ്രസ്തുത പ്രദേശത്തിൻ്റെ സമഗ്രമായ പുരോഗതിയും സാധ്യമാകും. സ്വന്തം കടപ്പുറത്ത് നിന്ന് ഇൻബോർഡ് വള്ളങ്ങളും ബോട്ടുകളുമായി മത്സ്യബന്ധനത്തിറങ്ങുന്ന കാലം ഒട്ടും അകലെയല്ലെന്ന വിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് തൊഴിലാളികൾ. പദ്ധതിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കായി കമ്പനിക്കടവിൽ ആലോചനാ യോഗം ചേർന്നു. ET ടൈസൺ MLA യോഗത്തിൽ അധ്യക്ഷനായി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ഇസാഖ്, പഞ്ചായത്ത് അംഗങ്ങളായ CJ പോൾസൺ, സിബിൻ പാമ്പാടി, PK സുകന്യ, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗയ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.